ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാരൊക്കെ അത് കൊടുക്കുന്ന ശൈഖിന് ഒരുപാട് നിബന്ധന പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങണ മുരീദിന് ഒരുപാട് നിബന്ധന ഉണ്ട്. ആ നിബന്ധനകളൊന്നും പാലിക്കാതെ നടത്തുന്ന മുഴുവൻ ത്വരീഖത്തുകളും അത് വ്യാജന്മാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ വ്യാജ ത്വരീഖത്തുകളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ മഹാനവറുകൾ നമുക്ക് നൽകിയ സന്ദേശമാണ്. വളരെ കണിശതയോടുകൂടെയാണ് അവിടുത്തെ ഗുരുനാഥന്മാർ അവിടത്തേക്ക് ത്വരീഖത്ത് കൊടുത്തിട്ടുള്ളത്. പണം കൈകൊണ്ട് തുടരുത് എന്ന് പോലും പറഞ്ഞിട്ടുണ്ടോ അത്രേ. എന്നാൽ ഇന്ന് ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ പണം വാരാനുള്ള മാർഗമായിട്ടാണ് ആളുകൾ കാണുന്നത്. പണം എത്ര സമ്പാദിക്കാൻ പറ്റും അതിനുള്ള വഴിയാണ് ഇന്നത്തെ ത്വരീഖത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള വ്യാജ ത്വരീഖത്തുകളുടെ ഒക്കെ മൂനെ ഓടിക്കുന്ന രീതിയിലുള്ള ആത്മീയമായ ശൈലിയും രീതിയുമായിരുന്നു മഹാനവർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പ്രത്യേകം ഉൾക്കൊള്ളണം. നമ്മളെ ആത്മീയത നശിപ്പിക്കുന്ന വലിയൊരു മേഖലയായതെന്ന് മാറിയിരിക്കുകയാണ്. മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ സാധാരണക്കാരോട് ഒരു പ്രത്യേക ഉപദേശം പറയുന്നുണ്ട്. ആ സാധാരണക്കാരെന്ന് പറയുന്നതിൽ നമ്മളിൽ അധിക ആളുകളും ഉൾപ്പെടും. മഹാനവറുകൾ പറയുന്നത് വമിൻ അബ്വാബിഹി ഹംലുൽ അവാമിൽ ലദീന ലം യുമാരിസുൽ ഇൽമ വലം യതബഹറു ഫീ. ഇബ്ലീസ് മനുഷ്യരെ പഴപ്പിക്കുന്നതിൽ പല വഴികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വഴി എന്താണ്? കടൽ സമാനമായ അറിവ് സമ്പാദിക്കാത്ത ആളുകളെ അവരെ ഇബ്ലീസ് പ്രേരിപ്പിക്കും അല തഫ്കീരി ഫീ ദാത്തില്ലാഹി തആല വസിഫാത്തിഹി. അല്ലാഹുവിന്റെ ദാത്തിനെ കുറിച്ച് അവന്റെ വിശേഷണങ്ങളെ കുറിച്ച് ഒക്കെ ചിന്തിക്കാൻ വേണ്ടി അവരോട് പറയും. വഫീ ഉമൂരില്ലാ യബ്ലൂഹ ഹദ്ദു ഉഖൂലിഹിം. നമ്മുടെ ബുദ്ധിക്ക് പ്രാപ്യമല്ലാത്ത കുറെ കാര്യങ്ങളെ കുറിച്ച് ത്വരീഖത്ത് ഹഖീഖത്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി പിശാച് സാധാരണക്കാർ ഇത്തരം ആശയങ്ങളിലേക്ക് കൊണ്ടുവരും. എന്നിട്ടതാ മഹാൻ പറയുന്നു ഹത്താ യുശക്കിക്കഹും ഫി അസ്ലിദ്ദീനി. മതത്തിന്റെ അടിത്തറയിൽ തന്നെ അവസാനം സംശയം ഉണ്ടാകും. ഔ യുഹയ്യലു ഇലൈഹിം ഫില്ലാഹി ഖയാലാത്തുൻ യതആലല്ലാഹു അൻഹാ. പടച്ചവനെ കുറിച്ച് ഒരിക്കലും സങ്കല്പിക്കാൻ പാടില്ലാത്ത പല ചിന്തകളും അവന്റെ മനസ്സിൽ കൊണ്ടുവരും. അങ്ങനെ യസീറു ബിഹാ കാഫിറൻ ഔ മുബ്തദിഅ. ഈ ത്വരീഖത്തിന്റെ പേരിൽ അവൻ കാഫിറോ പുത്തനാശയക്കാരനോ പോലും ആയി മാറും. അതേസമയം വഹുവ ബിഹി ഫർഹും മസ്റൂറുൻ മുബ്തഹിജുൻ ബിമാ വഖഅ ഫീ സ്വദ്രിഹി. അവൻ വലിയ സംതൃപ്തിയിലുമായിരിക്കും. ഞാനിത് കൂടിയതിന് ശേഷം എൻ്റെ മനസ്സിന് വലിയ സമാധാനമുണ്ട്, റാഹത്തുണ്ട് എന്നൊക്കെ പറയും. യളുന്നു ദാലിക. അവൻ കരുതും ഹുവ അൽ മഅരിഫ വൽ ബസീറ. അതാണ് ഇപ്പൊ ഈ മഅരിഫത്ത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇപ്പോഴാ കിട്ടിയത് എന്നൊക്കെ ഇത്തരം വ്യാജന്മാരെ വലയിൽപ്പെട്ട സാധാരണക്കാരൻ പറയും. എന്നിട്ട് മഹാൻ പറഞ്ഞു, കുടുങ്ങിപ്പോകരുത്. ഇന്നമാ ഹഖ്ഖുൽ അവാമി. സാധാരണക്കാരന്റെ ചുമതല അയ്യുമിനു വയുസ്ലിമു. അവർ ഈമാൻ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക, ഇസ്ലാം കാര്യങ്ങളൊക്കെ നടപ്പാക്കുക. വയസ്തഗിലു ബിഇബാദത്തിഹിം. നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട ഇബാദത്തുകൾ കൊണ്ടൊക്കെ ജോലിയാവുക. വമആയിശിഹിം. നിങ്ങളെ ജീവിതോപാധിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുക. കൃഷിക്ക് പോകണമല്ലോ അതിന് പോവുക, കച്ചവടത്തിന് പോകണമല്ലോ അതിന് പോവുക. ഈ പണിയൊക്കെ എടുത്താൽ മതി നിങ്ങൾ. വയതുറുക്കുൽ ഇൽമ ലിൽ ഉലമാ. അള്ളാനെ സംബന്ധിച്ചുള്ള മഅരിഫത്തും അതുമായി ബന്ധപ്പെട്ട അറിവുകളൊക്കെ പണ്ഡിതന്മാർക്ക് വിടുക. ഫൽ ആമിയു ലൗ യസ്നി വയസ്രിഖു കാന ഖൈറൻ ലഹു. ഒരു സാധാരണക്കാരൻ കക്കാൻ പോകുക, വ്യഭിചരിക്കാൻ പോകുക, അതാണ് അവന് നല്ലത്. എന്തിനേക്കാൾ മിൻ അൻ യതകല്ലമ ഫിൽ ഇൽം. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ വല്ലതും സംസാരിക്കുന്നതിനേക്കാൾ കക്കാൻ പോകുന്നതാ നല്ലത്. കാരണം ഫൈന്നഹു മൻ തകല്ലമ ഫില്ലാഹി വഫീ ദീനി മിൻ ഗൈരി ഇത്ഖാനിൽ ഇൽം. ഉറച്ച അറിവ് നേടാതെ
ദീനീ വിഷയങ്ങളിൽ സംസാരിക്കാൻ ഒരാൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ വഖഅഫിൽ കുഫ്രി, അവൻ കുഫറിൽ ചെന്ന് ആപതിക്കും. മിൻ ഹൈസു ലാ യദ്രി, അറിയാതെ അവൻ ചെന്ന് വീഴും. കമൻ യർകുബു ലുജ്ജത്തൽ ബഹരി വഹുവ ലാ യഅരിഫു സിബാഹ, നീന്തമറിയാത്തവൻ കടലിൽ ചാടിയതുപോലെയാണത്. അതുകൊണ്ട് വിവരമില്ലാത്ത ആളുകൾ ത്വരീക്കത്ത് തേടി ആരുടെയും പിറകെ പോകണ്ട, നിങ്ങൾ കുടുങ്ങിപ്പോകും. നിങ്ങൾ കേട്ടില്ലേ, നീ പിശാച് കുഫിരിയത്തിലേക്ക് കൊണ്ടുപോകുന്നു വെറുതെ പറഞ്ഞതല്ല. ഇപ്പം തന്നെ ചില ത്വരീക്കത്തിലൊക്കെ കൂടി ആളുകൾ പാടുന്ന പാട്ടെന്താണ്? മഹാനായ CM വലിയുല്ലാഹി നബ്ബറല്ലാഹു മർക്കദ, മഹാനെങ്ങാനും ജീവിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ വടിയെടുത്ത് തല്ലും. ആ ജാതി വാക്കുകളാണ്. CM പടച്ചവനാണ് എന്ന് പറഞ്ഞൊരിക്കൽ പാടുക. അർശിന്റെ അധിപനാണ്, മാലിക്കുൽ മുലൂക്കാണ്. ഇതാണ് കുഫറിലേക്ക് പോകുന്ന വഴിയിലേക്ക് ശൈത്താൻ കൊണ്ടുപോകുന്നു പറഞ്ഞത്. അതുപോലെ 313 ശുഹദാക്കൾക്ക് പകരം ഒരൊറ്റ CM മതി എന്ന് തുടങ്ങുന്ന തികച്ചും ദുസ്സൂചനകളുള്ള, പ്രത്യക്ഷത്തിൽ കുഫർ വെളിവാകുന്ന വാക്കുകളൊക്കെ ഈ കള്ളത്തൊരീക്കത്തുകാരുടെ നാവിലൂടെ വരുന്നത് എന്തുകൊണ്ടാണ്? അത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ മാനദണ്ഡം പാലിക്കാതെ കണ്ടതിന്റെ പിറകെ പോകുകയാണ്. നമ്മളെ ഈമാനും നമ്മളെ ഇഖ്ലാസുമാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ. അല്ലാതെ വേറെ ഒന്നല്ല. ആത്മീയത ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും നമുക്ക് സ്വർഗം കിട്ടുന്ന പ്രവർത്തനമാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ അമലാണ് ഇന്ന് ഖിലാഫത്തില്ല, ഇസ്ലാമിക ഭരണ സംവിധാനമല്ല, നമ്മളെ സംഘടനാ സംവിധാനം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ദീൻ ഇവിടെ നിലനിൽക്കുന്നത്, നമ്മളെ മദ്രസകൾ നിലനിൽക്കുന്നത്, ദഅവാ കോളേജുകൾ, ശരീഅത്ത് കോളേജുകൾ, വിദ്യാഭ്യാസ സംരംഭങ്ങൾ. ഇതൊന്നും നമ്മൾ ഒറ്റക്ക് നിന്നാ കിട്ടൂല, നമ്മൾ കൂട്ടം ചേർന്ന് നിന്നത് കൊണ്ടാണ്. ആ കൂട്ടായ്മയിലൂടെ ദീന് നിലനിർത്താനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നതിൽ ഇഖ്ലാസ് ഉണ്ടോ, ഇന്ന് നമുക്ക് സ്വർഗം നേടാൻ ഏറ്റവും നല്ല അമൽ അതാണ്. അതുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിലൊന്നും ഒരു ആത്മീയത അല്ല എന്ന് പറയുന്നവർ ആത്മീയത എന്താണെന്ന് അറിയാത്തവരാണ്. ആത്മീയത എന്ന് പറയുന്നത് ചെയ്യുന്ന അമലിൽ ഇഖ്ലാസ് ഉണ്ടാവല. പടച്ചോന്റെ പൊരുത്തം ആഗ്രഹിച്ച് എന്ത് അമൽ ചെയ്താലും അത് പരലോകത്ത് നമുക്ക് കാണാൻ പറ്റും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാളെ സ്വർഗത്തിൽ ഞാൻ കണ്ടു. എന്തിന്റെ പേരിലാ കണ്ടത്? വഴിയിലേക്ക് മറിഞ്ഞു വീണ ഒരു മരത്തിന്റെ ചില്ല വെട്ടിമാറ്റിയതിന്റെ പേരിലാണ്. സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ ഇഖ്ലാസോടെ ചെയ്താൽ സ്വർഗം കിട്ടുന്നതാണ്. നായ്ക്ക് വെള്ളം കൊടുത്ത പെണ്ണ് സ്വർഗത്തിലാന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ. ജീവകാരുണ്യ പ്രവർത്തനം സ്വർഗം കിട്ടുന്നതാണ്. നഷ്ടപ്പെട്ടു പോയത് ഇഖ്ലാസാണ്. അത് തിരിച്ചു പിടിച്ച് ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അമല് ചെയ്യണം. ഞാൻ നീട്ടുന്നില്ല. മഹാനുഭാവൻ ഏറ്റവും വലിയ സൂഫിയായിരുന്നു എന്ന് നമുക്ക് പറയാം. നമ്മുടെ നൗഷാദ് സാഹിബ് കുരുവട്ടൂര്, അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ നിന്ന് പറഞ്ഞ ചില അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹം തുടരെയുള്ള 2-3 പ്രഭാഷണങ്ങളിൽ അതിന് മറുപടി പറയാൻ ശ്രമിക്കുകയും ചെയ്ത വളരെ രസകരമായ ചില സന്ദർഭങ്ങളെ നമുക്ക് നയവറക്കുകയും ഒന്ന് വിലയിരുത്തുകയും അൽഹംദുലില്ലാഹ് അദ്ദേഹം വസ്തുനിഷ്ഠമായി പറയപ്പെട്ട വിഷയത്തിന്റെ ശരിയായ വശം പറയുകയും അല്ല, നാം അദ്ദേഹത്തെ പറയിപ്പിക്കുകയും ചെയ്ത വീഡിയോ നമുക്ക് കാണാം. ആദ്യമായി നവംബർ 24 തിങ്കൾ കാവനൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം 2 അബദ്ധങ്ങൾ സംസാരിക്കുകയുണ്ടായത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഊന്നി പറയുന്ന ആ കുരുവട്ടൂർ പ്രവർത്തകരുടെ പിന്നിൽ അവരവകാശപ്പെടുന്നത് വാരിസീങ്ങൾ, അതായത് പ്രവാചകന്മാരുടെ അനന്തര അവകാശികളായ വാരിസീങ്ങൾ എന്ന് ഹദീസിൽ പ്രത്യേകം പരാമർശിച്ച ആ വിഭാഗത്തെക്കുറിച്ചാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനപരമായ ഇടപെടൽ. ഇന്ന് നിലവിലുള്ള ഉലമാക്കൾ വാരിസീങ്ങളല്ല എന്നതാണ് മുഴുവൻ പ്രഭാഷണങ്ങളുടെയും പ്രധാനപ്പെട്ട പ്രമേയം. അപ്പൊ അതുകൊണ്ട് തന്നെ നാം ആ പോയിന്റ് തന്നെ അടർത്തിയെടുത്തുകൊണ്ടാണ് സംസാരം തുടങ്ങിയത്. കാവനൂര് നവംബർ 24 തിങ്കൾ കാവനൂര് നടന്ന പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, പ്രവാചകന്റെ വാരിസാകണമെങ്കിൽ പരിശുദ്ധമായ ഖുർആനിൽ ആ പണ്ഡിതന്റെ പേരിൽ ഒരു സൂറത്ത്, ഒരു അധ്യായം ഉണ്ടാകണം. മറ്റൊന്ന്, ഒരു അവകാശവാദം, പ്രവാചകന്റെ അനന്തരാവകാശിയാകണമെങ്കിൽ, വാരിസാകണമെങ്കിൽ ആ പറയപ്പെടുന്ന പണ്ഡിതന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാകണം എന്നുള്ളതാണ്. കാവനൂരിലെ 24 തിങ്കൾ ആ പ്രഭാഷണത്തിന്റെ ആ ഭാഗം ഒന്ന് കേട്ട് മുന്നോട്ട് പോകാം.
നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ള പള്ളികൾ എടുത്തു നോക്കൂ നിങ്ങൾ. മസ്ജിദുൽ ഹറാമിന്റെ പ്രത്യേകത എന്താ? ആദ്യമായി അല്ലാഹു തആല നിർമ്മിച്ച പള്ളി. അല്ലാഹു നിർമ്മിക്കാറിനാൽ മലക്കുകൾ കഅബ നിർമ്മിക്കുന്നു, പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിക്കുന്നു കഅബ. അതിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളിയല്ലേ മസ്ജിദുൽ ഹറാം. അപ്പോൾ ഇബ്രാഹിം നബി പുനർനിർമ്മിച്ച പള്ളി, ആ പള്ളിയുടെ പ്രത്യേകത അതാണ്. ഇനി മസ്ജിദുൻ നബവി എന്നാണ് ആ പള്ളിയുടെ പ്രത്യേകത. പേരിൽ തന്നെ ഉണ്ട് നബിയുടെ പള്ളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ പള്ളി. മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞാൽ ആരുണ്ടാക്കിയ പള്ളി? നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ പള്ളി. അപ്പോൾ ആ പള്ളികളൊക്കെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആ പള്ളി ഉണ്ടാക്കിയവരിലേക്ക് ചേർത്തിട്ട്, അല്ലെങ്കിൽ ആ പള്ളിയിൽ വന്ന ആളിലേക്ക് ചേർത്തിട്ട്. ഇപ്പൊ നാഗൂർ ശൈഖുന ഒരു പള്ളിയിൽ വന്നാൽ ഇത് അവരുടെ പള്ളിയാണ്, അവർ വന്ന പള്ളിയാണ്, അല്ലെ? മസ്ജിദുൽ ഖിബ്ലതൈൻ, ഒരേ നിസ്കാരം രണ്ട് ഖിബ്ലയിലേക്കായി നിസ്കരിക്കപ്പെട്ട പള്ളി. ആര് നിസ്കരിച്ചു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദുൽ അരീഷ് ബദറിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ സ്ഥാനത്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ തമ്പുണ്ടായിരുന്നത്. മസ്ജിദ് മുഹയ്യദ്ദീൻ, മസ്ജിദ് ഷാദുലി, മക്കയിൽ തന്നെ കാണാം. മസ്ജിദുൽ ഹമാം, മസ്ജിദുൽ ബുഖാരി, മസ്ജിദ് ആയിഷ ബീവിയുടെ പ്രത്യേക സംഭവം നടന്ന അതേ സ്ഥലത്ത് പള്ളി വന്നപ്പോൾ മസ്ജിദ് ആയിഷയായി. മസ്ജിദുൽ ഫത്ഹ് നോക്കൂ നിങ്ങൾ, എവിടെയാണ് നിങ്ങൾക്ക് വിറാസത്തുള്ളത്? അന്നത്തെ ഒരു പാരമ്പര്യം നിലനിർത്താൻ പോലും ഇന്ന് നിങ്ങൾക്ക് കഴിഞ്ഞോ? എവിടെയെങ്കിലും കഴിഞ്ഞോ ഈ പള്ളിയുടെ കാര്യത്തിൽ പോലും? ഇനി ഞാൻ ചോദിക്കട്ടെ, അവിടെ തന്നെ ചിന്തിക്കാണ്ട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള പള്ളി, മമ്പ്രം തങ്ങളുടെ പള്ളി, ഇവർ ഏതെങ്കിലും മൊയ്ലാരുടെ പേരിൽ ഒരു പള്ളി പറയും, അതാ മസ്ജിദ് പേരോട് അങ്ങനെയുണ്ടാവും. എന്ത് വിറാസത്താണ് നിങ്ങൾക്ക് ഇവിടെ അവകാശപ്പെടാനുള്ളത്? ഒരു വിഷയത്തിലും ഇല്ലട്ടോ. ഞാൻ നാളെ ചോദിച്ചില്ലേ, അള്ളാന്റെ ഖുർആൻ എത്ര സൂറത്തുണ്ട്? സൂറത്തു ഇബ്രാഹിം, സൂറത്തു മുഹമ്മദ്, അല്ലേ? സൂറത്തു മറിയം, സൂറത്തു ലുഖ്മാൻ. നിങ്ങൾ അനന്തരക്കാരാണെങ്കിൽ നിങ്ങളെ മൊയ്ലാരുടെ പേരിൽ എന്താ ഖുർആൻ വരാത്ത്? ഔലിയാക്കളുടെ പേരിലുണ്ടല്ലോ, അമ്പിയാക്കളുടെ പേരിൽ പള്ളികളുണ്ട്, സഹാബത്തിന്റെ പേരിലുണ്ട്, എന്താ ഇവരുടെ പേരിലില്ലാത്ത? ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ അവകാശവാദം. നാം വളരെ കൃത്യമായി ആ വിഷയം എടുത്തുദ്ധരിക്കുകയും അങ്ങനെ ഏത് പണ്ഡിതനാണ് ഈ ഒരു നിബന്ധന, പ്രവാചകന്റെ അനന്തരാവകാശിയാകുന്നതിന്റെ നിബന്ധനയായി ഏത് പണ്ഡിതനാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്, ഏത് കിതാബിലാണ്, അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് നാം സംസാരിക്കേണ്ടായി. അദ്ദേഹം നവംബർ 29 ശനി ഒതുക്കുന്നതിൽ നടന്ന പ്രഭാഷണത്തിൽ ആ വിഷയത്തിൽ അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടുന്നതായി നാം കണ്ടു. അദ്ദേഹം ആ പരാമർശത്തെക്കുറിച്ച് നാം ചോദിച്ച ചോദ്യങ്ങൾ വളരെ തന്ത്രപരമായി മാറ്റിവെക്കുകയും മറ്റൊരു ഡെഫിനിഷനിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഖുർആന്റെ അധ്യായം ഉണ്ടാകണം, മറ്റൊന്ന് ആ പണ്ഡിതന്റെ പേരിൽ പള്ളി വേണം. ഇത് സൂട്ടായില്ല. അതിനെ കൃത്യമായി നാം ചോദ്യം ചെയ്ത സമയത്ത് അദ്ദേഹം മറ്റൊരു ഡെഫിനിഷനിലേക്ക് കടക്കുകയാണ്. വാരിസാകണമെങ്കിൽ നിങ്ങൾ ഒരു പണ്ഡിതന് കൊടുത്ത നാമം, ഒരു പണ്ഡിതന് കൊടുത്ത പേര്, ആ പേര് എല്ലാവരും അംഗീകരിക്കണം, എന്നാലാണ് വാരിസാവുക. നിങ്ങളൊരു പേരിട്ടാൽ ആ പേര് എല്ലാവരും അംഗീകരിക്കണം. നിങ്ങളിട്ട പേര് നിങ്ങൾ തന്നെ അംഗീകരിക്കണില്ല. അപ്പൊ എന്ത് വിറാസത്താണുള്ളത്? അവരെ നമ്മൾ ചോദിച്ചു, ഔലിയാക്കളാണ് വാരിസീങ്ങൾ, കിതാബ് പഠിച്ചവർ അല്ല. ഹുമുൽ വാരിസൂൻ, അവരാണ് വാരിസീങ്ങൾ. അതിന്റെ ഒരു രേഖ കൂടി നമ്മൾ പറഞ്ഞെടുത്തു. ഖുർആൻ സൂറത്തുകളെ പേരെടുത്ത് നോക്കുക, അതിൽ നിങ്ങളെ കാണാം അമ്പിയാക്കന്മാരെ പേരിൽ സൂറത്തുകൾ. സൂറത്തു ഹൂദ്, സൂറത്തു ഇബ്രാഹിം, സൂറത്തു മുഹമ്മദ്, അല്ലെ? അതുപോലെ തന്നെ സൂറത്തു യാസീൻ അള്ളാന്റെ റസൂലിന്റെ പേരിലാണ്. ആ അമ്പിയാക്കളുടെ വാരിസീങ്ങളായ ഔലിയാക്കളുടെ പേരിലും സൂറത്തുണ്ട്. അതാണ് അസ്ഹാബുൽ കഹ്ഫ്, ഔലിയാക്കളാണ് അവർ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻകാലത്തെ ഉമ്മത്തിൽ വലിയായി ജീവിച്ച ആളാണ് ലുഖ്മാനുൽ ഹകീം, സൂറത്തു ലുഖ്മാൻ, സൂറത്തു മറിയം. അള്ളാഹിന്റെ റസൂല്, ആ റസൂലിന്റെ അല്ലെങ്കിൽ അമ്പിയാക്കളുടെ അനന്തരക്കാർ, ആ വഴിയിലുള്ള ഔലിയാക്കൾ, അവരുടെ പേരിലൊക്കെ സൂറത്തുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ കിതാബ് ഓതി പഠിച്ച ഏതെങ്കിലും ഒരാളാണ് വാരിസെങ്കിൽ എന്താ അമ്പിയാക്കളുടെ വാരിസ്യങ്ങളായ ഔലിയാക്കളുടെ പേരിലൊക്കെ സൂറത്ത് വന്നപ്പോ നിങ്ങൾ ഈ പറഞ്ഞ മൊയ്ലിയാമാരുടെ പേരിൽ എന്താ ഒരു സൂറത്തും കാണാത്തത്? അഖില കിതാബ് ഒരു മൊയ്ലിയാരാണല്ലോ. എത്ര ആളുണ്ടായിരുന്നു അന്ന് കിതാബ് പഠിച്ച് നിങ്ങളെപ്പോലെ ഔലിയാക്കളും അമ്പിയാക്കളായിട്ട് ബന്ധമില്ലാതെ ജീവിച്ച ആളുകൾ അന്നും ഇന്നും എന്നുണ്ട്. അപ്പൊ അവരെ പേരിലോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പേരിലോ ഒരു സൂറത്ത് പോലും ഇല്ല. അതൊക്കെ വിറാസത്തിന്റെ രേഖയാണ്. ഇതാ നമ്മൾ പറഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള പവറിൽ പോലും വരെത്തിയിട്ടില്ല. ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കൃത്യമായി അദ്ദേഹത്തിനെ പിടികൂടിയപ്പോൾ ഒരു അഹ്ലു കിതാബിനെയൊക്കെ തിരികെ അവിടെ പരുവപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം അതിനും കൃത്യമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ച് അതിന് ഉപോത്ബലകമായ തെളിവുണ്ടോ, വാരിസാകണമെങ്കിൽ നിങ്ങളിട്ട പേര് അംഗീകരിച്ചാലാണ്, മുഅ്മിനീങ്ങൾ അംഗീകരിച്ചാലാണ്, അതിന്റെ പ്രസിദ്ധിയാണ് ഒരാൾ പ്രവാചകന്റെ അനന്തരാവകാശിയാകുന്നതിന്റെ നിബന്ധന എന്ന് ഏത് പണ്ഡിതനാണ് പറഞ്ഞത് എന്ന് പിന്നെയും നാം അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം ഒരാവേശത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതായിരിക്കാം. അവസാനം അദ്ദേഹം അങ്ങനെ ഒരു അഹ്ലി കിതാബിനെയൊക്കെ പിടിച്ച് വല്ലാതൊന്ന് തിരികേറ്റി ഒരു പരുവത്തിന് രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം ചിന്തിച്ചതാണ്. അൽഹംദുലില്ലാ, പിന്നീട് നടന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ചരിത്രമാണ്. നിരന്തരമായി അദ്ദേഹം ഈ പറഞ്ഞത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയും അതൊരു മണ്ടത്തരമാണല്ലോ, തനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്, തന്റെ മുമ്പിലിരിക്കുന്ന ഈ സാധുക്കളെ ഒരുപക്ഷെ പറഞ്ഞ് പറ്റിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യാം, പക്ഷെ ഇത് ശ്രദ്ധിക്കുന്നവരുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാവണം
ഡിസംബർ 8 തിങ്കളിൽ കൊണ്ടോട്ടിയിൽ നടന്നൊരു പ്രഭാഷണത്തിൽ അദ്ദേഹം എനിക്ക് വീണ്ടും മറുപടി പറയുകയുണ്ടായി. അദ്ദേഹം ആ പ്രഭാഷണത്തിൽ മുൻകഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ പള്ളിയുടെ പേര്, അതുപോലെ ഖുർആനിന്റെ അധ്യായത്തിൽ പേരുണ്ടാകണമെന്ന് ഈ പേരുമായി ബന്ധപ്പെട്ട ചില അസ്ഥാനത്തുള്ള കളികൾ നടത്തിയപ്പോൾ കയ്യോടെ നമ്മൾ പിടികൂടുകയും വേണ്ടതുപോലെ സഭ്യമായി കൈകാര്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം അടുത്ത ഡിസംബർ 8 തിങ്കളാഴ്ച കൊണ്ടോട്ടിയിൽ നടന്ന ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയേണ്ടി വന്നു, നമ്മൾ പറയിപ്പിച്ചു, പേരിടുന്നതല്ല വിഷയം, അതിലല്ല വസ്തുത എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പേരിടുന്നതല്ല ഇവിടെ വിഷയം. അതായത് പറഞ്ഞു വാരിസ് എന്ന് പറഞ്ഞത് കൊണ്ടാവില്ല. വാരിസായി വരണമെങ്കിൽ നിങ്ങളൊരു പേരിട്ടാൽ ആ പേര് എല്ലാവരും അംഗീകരിക്കണം എന്ന് മാത്രമല്ല, മുൻകഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം പറഞ്ഞതുപോലും ഒരുപക്ഷെ അദ്ദേഹം മറന്നുപോയിട്ടുണ്ടാകും. നമ്മൾ അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ അതേ സെന്റൻസിലുള്ള തൊട്ടു മുമ്പുള്ള വാക്കുപോലും അദ്ദേഹം മറന്നുപോയോ? വൈരുദ്ധ്യങ്ങൾ പലതും കണ്ടു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഓരോ വാക്കുകളിലും വൈരുദ്ധ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഹാദാ മസ്ജിദ് പേരോട് ഇപ്പോഴും ആ വീഡിയോ അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന്റെ ചാനലിലുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഹാദാ മസ്ജിദ് പേരോട്, ഇത് പേരോടിന്റെ പള്ളിയാകുന്നു, നിങ്ങളുടെ പണ്ഡിതന്റെ പേരിൽ ഒരു പള്ളിയുണ്ടോ? ഹാദാ മസ്ജിദ് പേരോട് എന്നുപോലും ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദിന്റെ പേരിൽ പള്ളിയുണ്ടോ എന്ന് കൃത്യമായി ചോദിച്ച ആ ചോദ്യത്തെ അദ്ദേഹം നിവർത്തിയില്ലാതെ അതല്ല അതിന്റെ വസ്തുതയെന്ന് ആ പറഞ്ഞ നാവ് കൊണ്ട് തന്നെ അദ്ദേഹം തിരുത്തുകയാണ്. ഇനി അദ്ദേഹം ആദ്യം പറഞ്ഞ വീഡിയോയും ഇപ്പോൾ തിരുത്തിയ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞ വെർഷനും കൂടി ഒന്നിച്ച് കേൾക്കാം. ഇവരെ ഏതെങ്കിലും മൊയ്ലാരുടെ പേരിൽ ഒരു പള്ളി പറയും, അതാ മസ്ജിദ് പേരോട്, അങ്ങനെയുണ്ടാവും. എന്ത് വിറാസത്താണ് നിങ്ങൾക്ക് ഇവിടെ അവകാശപ്പെടാനുള്ളത്? ഞാൻ പറയുന്നത് ആദ്യം ഞങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കി. മസ്ജിദ് പേരോട് എന്നിട്ടതുകൊണ്ട് അയാൾ വാരിസാവൂല. ഹാദാ മസ്ജിദ് പേരോട്, നിങ്ങളുടെ മൊയ്ലാരുടെ പേരിൽ പള്ളിയുണ്ടോ എന്ന് ചോദിച്ചാൽ അതേ നാം കൊണ്ട് അദ്ദേഹം പറയുന്നു മസ്ജിദ് പേരോട് എന്നിട്ടത് കൊണ്ട് വാരിസാവൂല. എത്ര കൃത്യമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന് പിടികൂടുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ട്. അതല്ല രസം. ഇദ്ദേഹം ഇങ്ങനെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ ആകണമെങ്കിൽ വിചിത്രമായ ചില വാദങ്ങളും ചില പേരുകളും ഒക്കെ ഉന്നയിച്ച് മാറിയും തിരിഞ്ഞും കലങ്ങിയും മറിഞ്ഞുമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ ഈ പ്രയാണം നടത്തിയത് അടിസ്ഥാനപരമായി ആരാണ് വാരിസി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൃത്യമായ ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ വസ്തുത നമ്മുടെ ഉലമാക്കൾ പഠിപ്പിച്ചു തന്ന, നാമൊക്കെ പണ്ടേ പഠിച്ചു പോകുന്ന മുസ്ലിം ലോകത്തിന് പരിചയമുള്ള ഒരു ഹദീസ് ഉണ്ട്, ആരാണ് വാരിസ് എന്നുള്ളത്. പണ്ഡിതന്മാർ കൃത്യമായി അതിന്റെ വ്യാഖ്യാനവും നടത്തുന്നുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഇമാം അബൂദാവൂദ് ഇമാം 3641 ഹദീസായി അത് കൊണ്ടുവരുന്നുണ്ട്. ഇമാം തിർമിദി തങ്ങൾ 2682 ഹദീസായി കൊണ്ടുവരുന്നുണ്ട്. ഇബ്നു മാജാ തങ്ങൾ 223 ഹദീസായി കൊണ്ടുവരുന്നുണ്ട് റളിയല്ലാഹു അൻഹും. ഈ മഹാന്മാർ കൊണ്ടുവരുന്ന ഈ ആരാണ് വാരിസ് എന്നുള്ള, ആരാണ് പ്രവാചകന്റെ അനന്തരാവകാശി എന്നുള്ള വളരെ കൃത്യമായ ഹദീസ്, തെറ്റുകളൊക്കെ ഒന്ന് തിരുത്തി വസ്തുനിഷ്ഠമായ ആ ഹദീസ് ഈ നൗഷാദ് സാഹിബ് കുരുവട്ടൂരിനെ കൊണ്ട് പറയിപ്പിക്കണം എന്ന ആഗ്രഹം തോന്നി. കാരണം അദ്ദേഹം ചിലത് പഠിക്കേണ്ടതുണ്ട്, കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് കൃത്യമായി അദ്ദേഹം പറഞ്ഞ തെറ്റുകളെ നാം ബോധ്യപ്പെടുത്തി കൊടുത്തത്. അൽഹംദുലില്ലാഹ് അദ്ദേഹം അവസാനം ആ ഹദീസ് ആരാണ് വാരിസ് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്ന ആ ഹദീസ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എന്താണ് ഹദീസിന്റെ കിതാബിലുള്ളത്? ആരാണ് വാരിസ്? അൽ ഉലമാ വറസത്തുൽ അംബിയാ, ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ ഇന്നമാ വറസുൽ ഇൽമ. എന്താണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വാരിസ് ആരാണ്, പ്രവാചകന്റെ അനന്തരാവകാശികൾ ആരാണ് എന്ന് കൃത്യമായ ഹദീസുകളിൽ ഒന്നല്ല പല ഹദീസ് ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അൽ ഉലമാ വറസത്തുൽ അംബിയാ. ആരാണ് അൽ ഉലമാ? ആലിമീങ്ങളാണ് വറസത്തുൽ അംബിയ, അംബിയാക്കന്മാരുടെ അനന്തര അവകാശികൾ. ആരാണവർ? ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ. ഒരിക്കലും അമ്പിയാക്കന്മാർ സമ്പത്തോ സ്വത്തോ ദീനാറോ ദിർഹമോ അനന്തരം കൊടുക്കുന്നതല്ല, അവരിൽ നിന്ന് അനന്തരമായി എടുക്കപ്പെടുന്നതല്ല, മറിച്ച് അവരിൽ നിന്നും കിട്ടേണ്ട അടിസ്ഥാനപരമായ അനന്തര സ്വത്ത് ഏതാണ്? ഇന്നമാ വറസുൽ ഇൽമ. ഇൽമാണ്, വിജ്ഞാനമാണ് മഹാന്മാരായ
പണ്ഡിതന്മാർക്ക് പ്രവാചകന്മാരിൽ നിന്നും ലഭിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പാനം ചെയ്തു കൊടുത്ത പാരമ്പര്യമായി വന്ന ആ ഇൽമാണ്, ആ പാരമ്പര്യമായി കടന്നു വന്ന മശായിഖുമാരിൽ നിന്നും കടന്നു വന്ന ആ ഇൽമാണ് എന്ന് നാം ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ആരാണ് യഥാർത്ഥ വാരിസ്യങ്ങൾ? പള്ളിയുടെ പേരോ സൂറ ഖുർആനിന്റെ അധ്യായമോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള ഒരു നിർവചനവും അതുമായി ബന്ധപ്പെടുന്നില്ല. അതൊക്കെ സ്വന്തം വ്യാഖ്യാന ഫാക്ടറിയിൽ നിന്നും അദ്ദേഹം പറഞ്ഞതാണ്. എന്താണെന്ന് കൃത്യമായി അൽഹംദുലില്ലാഹ് ഈ സംസാരം കൊണ്ട് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ഒരുപക്ഷെ ഹാഫിദ്, കുരുവട്ടൂർ ഹാഫിദ് തന്നെ മോനെ ഇതാണ് പറയേണ്ടത് എന്ന് ഒരുപക്ഷെ പഠിപ്പിച്ചിട്ടുണ്ടാകും. എന്തായിരുന്നാലും നമുക്ക് പ്രശ്നമില്ല. അൽഹംദുലില്ലാഹ് വസ്തുനിഷ്ഠമായി ആ ഹദീസ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അതേ സമയത്ത് അഹ്ലുൽ വിലായ, അഹ്ലുല്ലാഹ്, അഖ്താബീങ്ങളായി വരുന്ന മഹാന്മാർ, അമ്പിയാക്കൾ എങ്ങനെയാണോ ജീവിച്ചത് അതിന്റെ തുടർച്ച അങ്ങനെ തന്നെ തുടരുന്നു. ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ വ ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറാ. അമ്പിയാക്കന്മാർ ഇവിടെ അനന്തരമായി ദീനാറും ദുർഹമൊന്നും ഒഴിവാക്കി പോയിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത്, ഞാൻ വഫാത്തായാൽ, സാധാരണ ഒരാൾ വഫാത്തായാൽ പിന്നെ മക്കൾക്ക് ഏത് കിട്ടും? അനന്തരം കിട്ടുമല്ലോ. അതേപോലെ ഒരു സംഭവമല്ല. റസൂലിൻ്റെതായുള്ളതൊക്കെ ബൈത്തുൽ മാലിലേക്കാ പോവുക. അവരങ്ങനെ എന്തില്ല, അനന്തരം ഒഴിവാക്കി പോകുന്ന സംഭവമല്ല. വൈന്നമാ വറസു ഇൽമാ, അവരിവിടെ അനന്തരമായി വെച്ചത്, ഒഴിവാക്കിയത് ഇൽമാണ്. ഏത് ഇൽമ്? അള്ളാഹിനെ കുറിച്ചുള്ള ഇൽമ്, അള്ളാഹുവിൽ നിന്നുള്ള ഇൽമ്. ആ ഇൽമിനെയാണ് അവരിവിടെ വിറാസത്തായി വെച്ചത്. ഇങ്ങനെ സന്ധ്യാസമയങ്ങളിൽ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ തെറിയ അഭിഷേകവും മോശമായ സഭ്യമല്ലാത്ത വാക്കുകളും നടത്തി സമുദായത്തെ പ്രയാസപ്പെടുത്തുന്നവരല്ല യഥാർത്ഥ പണ്ഡിതന്മാർ. എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ ഹൽക്കിന് പിടിവീണത് കൊണ്ടാണെന്നറിയില്ല, അദ്ദേഹത്തിന്റെ സാവിയിൽ നിന്നും പഠിപ്പിക്കുന്ന ഒരു മദ്ഹ് കൂടി അദ്ദേഹം എന്നെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് കേട്ട് മുന്നോട്ട് പോകാം. ഇത് മനസ്സിലാക്കാനും കഴിയാത്ത ചില സഫീഹുകളുണ്ട്, ഓൺലൈനിൽ കാര്യം നിരങ്ങുന്നവർ. അതുകൊണ്ട് തന്നെ കാലം മാറി വരുമ്പോ പല ഫിത്തിന ഫസാദുകളും സ്വാഭാവികമാണ്, പല ചെപ്പടി വിദ്യകളും സ്വാഭാവികമാണ്. കരുതിയിരിക്കുക. നമുക്ക് കാവലേകാൻ വലിയ ഉലമാക്കൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹു മുഴുവൻ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കും ഖൈറും ബറക്കത്തും ഹിഫ്ദും റിഫഅത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.